ഇറാൻ വെടിനിർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. വെടിനിർത്തൽ ഇറാൻ സമ്മതിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലും ഇറാനും വെടിനിർത്തും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് എപ്പോൾ പ്രാബല്യത്തിൽ വരും നമുക്കറിയില്ലായിരുന്നു. ഇറാൻ എന്തായാലും വെടിനിർത്താൻ തീരുമാനിച്ചു എന്ന വാർത്ത ഈ നിമിഷത്തിൽ വരുന്നു. സംഘർഷത്തിന് പശ്ചിമേഷ്യയിൽ അയവ് വരുന്നു എന്നാണ് ഇതിൻ്റെ സൂചന. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ്. ദിലീപ് കുമാർ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. ആശങ്കയിലായിരുന്നു പ്രവാസികളും ഗൾഫ് നാടുകളും. എന്നാൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ആ ആശ്വാസകരമായ വാർത്തയ്ക്ക് നമോവാകം. പശ്ചിമേഷ്യയിൽ അശാന്തി ഒഴിയുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. ഇറാനിലെ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 9:30 ഇറാനിലെ സമയം രാവിലെ 7:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഔദ്യോഗികമായി പ്രതികരണം വരേണ്ടതുണ്ട്. നേരത്തെ ഇറാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അറിയിച്ചിരുന്നത് ഇസ്രയേലാണ് യുദ്ധം തുടങ്ങി വെച്ചതുകൊണ്ട് ഇസ്രയേൽ ആദ്യം ആക്രമണം അവസാനിപ്പിക്കട്ടെ എന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇറാൻ ആ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തലിന് ഇറാൻ സന്നദ്ധമായി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്നലെ ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ, അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ, ഖത്തറിലെയും ഇറാഖിലെയും സൈനിക താവളങ്ങൾക്ക് നേരെ ഈ ഇറാൻ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഈ വെടിനിർത്തൽ സംബന്ധിച്ച ധാരണ രണ്ടു രാജ്യങ്ങളും തമ്മിലായിട്ടുണ്ടെന്ന പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഇറാൻ ഒരു പ്രതികരണം പിന്നീട് നടത്തിയത്. അങ്ങനെ ഒരു ധാരണയില്ല എന്നുള്ള പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഈ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയതിനു ശേഷവും രണ്ടു രാജ്യങ്ങളും മിസൈൽ ആക്രമണം തുടരുകയും ചെയ്തു. ഇറാൻ ഇസ്രയേലിലെ ബേർഷബ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ, അത് റെസിഡൻഷ്യൽ ഏരിയയാണ്, ജനവാസ മേഖലയാണ്, അവിടെ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 8ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലും കനത്ത ആക്രമണം ഇറാനിൽ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിലേറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഇങ്ങനെ വെടിനിർത്തലിന് സമ്മതിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ്റെ കാര്യത്തിൽ ഇറാനിലെ ആണവ നിലയങ്ങളൊക്കെ ആക്രമിച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സമ്മർദ്ദം ചെലുത്തുക എന്നതിന് ചുമതലപ്പെടുത്തിയിരുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ്. അദ്ദേഹം ടെഹ്റാനിലെ ഇറാൻ ഭരണകൂടവുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. ഇതുകൂടാതെ പശ്ചിമേഷ്യൻ മേഖലയിൽ, മധ്യപൂർവ്വ മേഖലയിലൊക്കെ ഈ പ്രശ്ന പരിഹാരത്തിന് നിർണായകമായ പങ്ക് വഹിക്കുന്നത് ഖത്തറാണ്. ഖത്തർ അമീറിനെ ഇന്നലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ബന്ധപ്പെട്ടിരുന്നു. ഇറാനെ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തണം, സമ്മതിപ്പിക്കണം എന്ന കാര്യം ഇറാനെ കൊണ്ട് ആ നിലയിൽ ഇതിന് വഴങ്ങിക്കണം എന്ന നിർദ്ദേശം നൽകി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് ഖത്തറിലെ ഭരണാധികാരിയോടാണ്, ഖത്തർ അമീറിനോടാണ്. അദ്ദേഹം തമീം ബിൻ അൽ തമാനി അദ്ദേഹം ഈ നിർദ്ദേശം തുടർന്ന് ഖത്തർ പ്രധാനമന്ത്രിയോട് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് ബിൻ മുഹമ്മദ് ബിൻ അൽത്താമി അദ്ദേഹം ഈ കാര്യത്തിൽ തുടർന്ന് ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെടുകയും ആ നിലയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്, വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നതും.